ഫ്രാൻസിസ്ക ആൽബനീസിനെ പറ്റി നമ്മൾ പറഞ്ഞു. സർക്കാരുകൾ പോലും ഇസ്രായേലിനെതിരെ നിസ്സഹായരായി നിൽക്കുമ്പോൾ നീതിക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന വനിത. ഫലസ്തീൻ അധിനിവിഷ്ട പ്രദേശങ്ങൾക്കായുള്ള പ്രത്യേക UN പ്രതിനിധിയാണ് ഈ ഇറ്റലിക്കാരി. I address you today with a sense of foreboding that words can hardly capture. I no longer know what more can be said. 14 months ago, I warned that this genocide marked an escalatory stage of a long-standing settler colonial project over Asia, one that has targeted the Palestinian people for over 7 decades. ഭീഷണികളെ കൂസാതെ അവർ യുദ്ധക്കുറ്റങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുന്നു. കമ്പനികൾക്കെതിരായ റിപ്പോർട്ടിന്റെ പേരിൽ അമേരിക്ക അവർക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. എനിക്ക് ഈ ഉപരോധം പ്രയാസമുണ്ടാക്കും, പക്ഷേ നീതിയുടെയും നിയമത്തിൻ്റെയും പക്ഷത്ത് നിൽക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ. അത് ഞാൻ തുടരും എന്ന് ആൽബനീസ്. Of course, the sanctions are going to affect me, and they are not going to stop my quest for respect of justice and international law, as I've been mandated to do by the Human Rights Council. UN മനുഷ്യാവകാശ കൗൺസിലാണ് അവരെ നിയമിച്ചത്. വിരട്ടും ഉപരോധവും കൊണ്ട് താൻ പേടിക്കില്ല എന്ന്. I've said these intimidation techniques remind me very much of mafia intimidation techniques. Silencing, first of all, destroying the reputation, and then intimidating, and then threatening anyone who dares to denounce the system, the collusion between political and economic and financial interests. അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ ലംഘിക്കുമ്പോഴും ലോക നേതാക്കളും രാജ്യങ്ങളും അനങ്ങാതിരിക്കുകയാണ്. ആൽബനീസ് അപ്പോഴും നിയമവാഴ്ചക്കായി അധ്വാനിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും. 30-ലധികം രാജ്യങ്ങൾ ഹെയ്ഗ് ഗ്രൂപ്പ് എന്ന പേരിൽ ഇസ്രായേലിനെതിരെ സംഘടിക്കുന്നുണ്ട്. അമേരിക്ക അതിനെയും എതിർക്കുന്നു. ഫ്രാൻസിസ്ക ആൽബനീസ് ഈ കൂട്ടായ്മയ്ക്ക് തുറന്ന പിന്തുണ നൽകുന്നു. The people of the world have woken up and they're putting their lives on the line for Palestine. No borders, no geography, just solidarity. One struggle, one humanity. And this is deeply moving. Now it's up to the governments to act. The Hague Group was founded just to do that, to bring together states who want to uphold for real international law and stop for real the genocide in Gaza. I commend their effort, and because of this, I will be in Colombia on July 15 and 16. ജൂലൈ 15-നും 16-നും ഈ രാജ്യങ്ങൾ കൊളംബിയയിൽ ഒത്തുകൂടി പരിപാടികൾ ആസൂത്രണം ചെയ്തപ്പോൾ ആൽബനീസ് താൽപ്പര്യത്തോടെ പങ്കെടുത്തു. എല്ലാവരും ഇസ്രായേലുമായുള്ള എല്ലാതരം ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. Each state must immediately review and suspend all ties with the State of Israel. Military, strategic, political, diplomatic, economic relations, both imports and exports. And to make sure that their private sectors, insurers, banks, pension funds, universities and other goods and service providers in the supply chain do the same. വംശഹത്യക്കെതിരായ കൂട്ടായ്മ ശക്തിപ്പെടുമോ? അമേരിക്കയും മറ്റും ഹെയ്ഗ് ഗ്രൂപ്പിനെ ശത്രുപക്ഷമായി കാണുന്നു. പക്ഷേ ലോകത്തിൻ്റെ ശബ്ദം ഇതാണ്. ആയുധ വിതരണക്കാരൻ ട്രംപ് നൊബേൽ സമാധാന സമ്മാനം ചോദിക്കുന്നു. സമാധാന പക്ഷക്കാരെ ഉപരോധം കൊണ്ട് തളർത്തുന്നു. നെതന്യാഹു ട്രംപിനെ നൊബേലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുമുണ്ട്. അതേസമയം സമാധാന നൊബേൽ ആൽബനീസിനും ഗസ ഡോക്ടർമാർക്കും നൽകണമെന്ന് ഒപ്പുശേഖരണം ഓൺലൈനായി നടക്കുന്നുണ്ട്. ദശലക്ഷങ്ങൾ അതിൽ പങ്കാളികളാകുന്നു. നൊബേൽ സമ്മാനം ശരി തെറ്റുകളുടെ മാനദണ്ഡമൊന്നുമല്ല. അത് കിട്ടുന്നത് ആർക്കായാലും ലോകമനസാക്ഷി ട്രംപിനെയും നെതന്യാഹുവിനെയും തിരസ്കരിച്ച് ആൽബനീസ് പക്ഷത്തെ വരിച്ചു കഴിഞ്ഞു. ആഗോള സൈനിക, സാമ്പത്തിക, അധികാര, മാധ്യമ കൂട്ടായ്മയെ നേരിടുന്നതിൽ ലോകത്തിന് നേതൃത്വവും ഊർജവും നൽകുന്നുണ്ട് ആൽബനീസ്. മാധ്യമങ്ങളിലെ വ്യാജരെപ്പറ്റിയും നല്ലവരെപ്പറ്റിയും അവർ തുറന്നു പറയാറുണ്ട്. വ്യാജം പരത്തിയവർ ഏറെ, സത്യത്തിന്റെ പക്ഷത്ത് ചിലരും. An investigation on how mainstream media have portrayed and contributed to dehumanize the Palestinians in general. And again, there are exceptions. There are journalists who have been fired, who have been reprimanded, who have faced obstructions. And there are independent media
who have done an incredible job. There are many journalists who have taken great risks, so I think it should be differentiated. വംശഹത്യക്കാർ പരാജയപ്പെടുകയും വിചാരണയ്ക്ക് വിധേയരാവുകയും ചെയ്യുമ്പോൾ പ്രതിക്കൂട്ടിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും ഉണ്ടാകും. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ 1 വെബ്സൈറ്റ് സന്ദർശിക്കുക.